ഭദ്രകാളിയുടെ കയ്യിലിരിക്കുന്ന വാള് അത് ചോരയിട്ട് വീഴുന്ന മൂർച്ചയുള്ള മാരകായുധമാണ്. ദേവിയുടെ ഇടത്തെ കയ്യിൽ ഒരു തലയാണ് വെട്ടിപ്പിടിച്ചിരിക്കുന്നത്. ആടിൻ്റെയും പന്നിയുടെയൊന്നും തലയല്ല. ആരുടെ തലയാണ്? മനുഷ്യൻ്റെ ശിരസാണത്. ദേവിയുടെ ശരീരമോ, ആ ശരീരം മനുഷ്യ ശവങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ആടിൻ്റെ തലയോട്ടിയല്ല, ആരുടേതാണ്? മനുഷ്യരുടെ തലയോട്ടികളാണ്. ഭദ്രകാളിയുടെ ഇഷ്ടഭക്ഷണം മാംസമാണ്. അതാരുടെ മാംസമാണ്? മനുഷ്യൻ്റെ മാംസമാണ്. ദേവിയുടെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മൾ ആദ്യം കാണുന്നത് എന്താണ്? നാവാണ്. നാവ് പുറത്തേക്ക് നീട്ടിയിരിക്കുന്നത് എന്തിനാണ്? ഹിംസാഭാവത്തിലാണ് നിൽപ്പ്. ഹിംസാ സ്വഭാവമാണ് ദേവിക്ക്. സിംഹത്തിൻ്റെ സ്വഭാവം എന്താണ്? ഹിംസാ സ്വഭാവമാണ്. അങ്ങനെയുള്ള സിംഹരഥയായിരിക്കുന്ന ദേവി, ആ ദേവി ചൈതന്യം എന്തായിരിക്കും? മനുഷ്യൻ്റെ മാംസമാണ് ഇഷ്ടഭക്ഷണം. മനുഷ്യരുടെ ശവശരീരങ്ങൾ കൊണ്ട് ദേഹമാസകലം അലങ്കരിച്ചിരിക്കുന്ന ആ ദേവിയുടെ ഭാവം എന്താണ്? രൗദ്രഭാവമാണ്. ഇത് ആർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഭാവം? മൃഗങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്? അല്ല, മനുഷ്യന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഭാവം. ഭദ്രകാളി എന്ന് പറയുന്ന ദേവചൈതന്യം എന്താണ്? ആ ജൈവ ചൈതന്യം എന്താണ്? അതാണ് അന്ധവിശ്വാസത്തെ വിട്ടിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സൂക്ഷ്മജീവികൾ മുതൽ, അതായത് വസൂരിമാല മുതൽ സിംഹം വരെയുള്ള മാംസം കഴിക്കുന്ന, രക്തം കുടിക്കുന്ന സർവ്വജീവലോകത്തിൻ്റെയും പ്രതിനിധിയാണ് ആര്? ഭദ്രകാളി. അങ്ങനെയുള്ള ജീവജാലങ്ങളുടെ, ജീവലോകങ്ങളുടെ വാസസ്ഥാനമായിട്ടുള്ള സ്ഥലത്തുകൂടി, അതായത് ഭദ്രകാളി ദേശത്തുകൂടി സഞ്ചരിക്കാൻ തന്നെ പാടില്ല, പ്രത്യേകിച്ച് അസമയങ്ങളിൽ. അപ്പോൾ അവിടെ എന്ത് സിമ്പലാണ് വെക്കേണ്ടത്? എന്തായിരിക്കണം അവിടുത്തെ വിഗ്രഹം? വീണാപാണിയായിരിക്കുന്ന സരസ്വതിയെ പോലെയുള്ള വിഗ്രഹമാണോ അവിടെ വെക്കേണ്ടത്? അല്ല. ഡേഞ്ചറായിട്ടുള്ള, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം രൗദ്രഭാവത്തിലുള്ള ആ പ്രകൃതിയുടെ സ്വഭാവം, ആ സ്വഭാവമാണ് ഭദ്രകാളി ദേശത്തിൻ്റെ ആ സ്വഭാവമാണ് ആ വിഗ്രഹം. ഇപ്പോൾ എന്താണ് ഭദ്രകാളി എന്ന് മനസ്സിലായോ? അതായത് രക്തം കുടിക്കുന്ന, മാംസം കഴിക്കുന്ന സർവ്വജീവലോകത്തിൻ്റെയും പ്രതിനിധിയാണ് ഭദ്രകാളി. ഇതാണ് സിംഹരഥയായിട്ടുള്ള ജൈവലോകം, ദേവീലോകം. അത്തരത്തിലുള്ള ജീവലോകത്തെയും ഇവിടെ നിലനിർത്തേണ്ടതുണ്ട്, സംരക്ഷിക്കേണ്ടതുണ്ട്. സസ്യലോകത്തെ തിന്നെടുക്കുന്ന ജന്തുലോകം മാത്രം മതിയോ ഇവിടെ? മാംസം കഴിക്കുന്ന ജീവലോകവും കൂടി ഇവിടെ വേണം. അത്തരത്തിലുള്ള ഭദ്രകാളി ദേശത്തെ കൂടി നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള ആ ബോധ്യത്താലാണ് നമ്മളുടെ ഈ ദേവതാ സങ്കല്പം. ഇത് അന്ധവിശ്വാസമല്ല. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നമസ്തേ.